നമസ്കാരം, N4 ന്യൂസിലേക്ക് സ്വാഗതം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ മഴക്കാല രോഗങ്ങളും മുൻകരുതലുകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കൂടാതെ ജീവൻ രക്ഷാ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. 2024 ജൂൺ 23 ഞായറാഴ്ച അരീക്കോട് NV ഇബ്രാഹിം മാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജംഷി അരീക്കോട് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ അലി കണ്ണൂർ വിശിഷ്ടാതിഥിയായിരുന്നു. സിയാദ് തിരുത്തിയാട് പെട്ടെന്നുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ക്ലാസ് എടുത്തു. വളരെ ലളിതമായി രസകരമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലായിരുന്നു ക്ലാസ്. അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാൻസി ജോൺ മഴക്കാല രോഗങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മഴക്കാലത്തുണ്ടാകുന്ന പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ എങ്ങനെ തടയാം, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ക്ലാസ് എടുത്തു. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. കൂടാതെ സബീർ ഷായും നിഷി പുലിയോത്തും നയിച്ച ഇശൽ വിരുന്നും കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരിയും ലൗഷോർ ജനറൽ സെക്രട്ടറിയുമായ UA മുനീർ, നാസർ എറക്കോടൻ, പ്രമീള അങ്ങാടിപ്പുറം, ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ ഉമ്മുസൽമ, CDS പ്രസിഡന്റ് നിഷമോൾ, CDS ചെയർപേഴ്സൺ ആമിന, വാർഡ് മെമ്പർ CK അഷ്റഫ്, ഹെഡ് നഴ്സ് സോഫിയ മക്കരപ്പറമ്പ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ആശപ്രിയ നിലമ്പൂർ നന്ദി പറഞ്ഞു. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംഘാടകർ അതിവിപുലമായി തന്നെ പരിപാടി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് N4 ന്യൂസ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ഒരു തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം ഈ ഫാസ്റ്റ് ഫുഡുകളാണ്. എണ്ണയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പൊരിച്ച വറുത്ത സാധനങ്ങൾ, ചിക്കന്റെയും ബീഫിന്റെയും അമിതമായ ഉപയോഗങ്ങൾ പൊണ്ണത്തടിയിലേക്ക്, ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നു. ഒരുപാട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഹെൽത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് മേഖലയേക്കാൾ കൂടുതൽ അഭിനന്ദിക്കുന്നത് നിങ്ങളെയാണ്, സദസ്സനെയാണ്. കാരണം ഒരു ക്ലാസ് കേൾക്കുമ്പോൾ 10 ആളെങ്കിലും ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഇത്രയും പേരെടുത്ത് ഈ ചുരുങ്ങിയൊരു ക്ലാസ് എല്ലാവരും കേൾക്കുന്നത് ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് ചുറ്റിക്കെട്ടു തണുത്തോളത്ത് ബ്ലഡ് വരും. ആ ബ്ലഡ് വരും ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? തലച്ചോറിനാണ്. ചില സമയത്ത് പിന്നെ മോട്ടറിലേക്ക് പമ്പ് ചെയ്യും, വെള്ളം പമ്പ് ചെയ്യും. മോട്ടർ നല്ല ഫോഴ്സിൽ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വോൾട്ടേജ് ഒന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കാം? മോട്ടർ വർക്ക് ചെയ്യും, പക്ഷെ പമ്പിങ് നടക്കും ഇല്ല. പക്ഷെ മോട്ടറിന്റെ അടുത്ത് നമ്മുടെ പൈപ്പ് അവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടും, പക്ഷെ മേലോട്ട് കിട്ടും ഇല്ല. ഇതേപോലെ നമ്മൾ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അല്ലെ, പെട്ടെന്ന് എന്തോ സംഭവിച്ചു, ഹൃദയം വീക്കായി, ആ പമ്പ് ചെയ്യാനുള്ള ശേഷി കുറഞ്ഞു. ആ സമയത്ത് ശരീരം ചെയ്യുന്ന കാര്യമാണ് ഹൃദയം ശരീരത്തിന് എല്ലാ ഭാഗത്തുള്ള സർക്യൂട്ടാണ് ഓഫാക്കും. പമ്പ് ചെയ്യാനുള്ള ശേഷി ആയിരിക്കില്ല, ഹൃദയത്തിനില്ല. ഓക്കെ, പക്ഷെ എങ്ങോട്ടുള്ളത് നിർത്തൂല, തലച്ചോറിലേക്കുള്ളത്
നിർത്തൂല. നമ്മളിപ്പോ ഡോക്ടറെ പോയ ഡോക്ടറുടെ പൾസ് നോക്കാം, കഴിക്കില്ല, ബോധമുള്ളവർ കഴിക്ക് നോക്കും. പക്ഷെ ഇങ്ങനെ വീട് കിടക്കുന്ന ഒരാളെ അയാളെ പോയി കൈക്ക് പിടിച്ച് പൾസ് നോക്കിയാൽ പൾസ് കിട്ടൂല. കാരണം എന്താ? എവിടേക്കുള്ള സർക്യൂട്ടൊക്കെ ഓഫാക്കി, പക്ഷെ എവിടേക്ക് ഓഫാക്കിണ്ടാവില്ല, തലച്ചോറിലേക്കുള്ള തലച്ചോറ് ഓഫാക്കി കഴിഞ്ഞാൽ ആൾ കഴിക്കും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇവിടെയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? പൾസ് നോക്കണം. കരോട്ടീഡ് പൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾ വീട് കിടക്കുമ്പോൾ അയാൾ പൾസ് നോക്കേണ്ട കഴുത്തിലാണ്. പക്ഷെ നമ്മൾ ആ പൾസ് നോക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ട്രെയിനിങ് നടത്തി കൊടുക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച മഞ്ചേരിയിൽ ഫുൾ ഡേ ട്രെയിനിങ് ഉണ്ട്. നാട്ടിലുള്ളവർക്ക് പങ്കെടുക്കാം. അതിൽ നമുക്ക് മുഴുവനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. സമയം എല്ലാവർക്കും തീര അവിടെയാണ് പൾസ് നോക്കേണ്ടത്. ഓക്കെ, നോക്കിയാൽ കിട്ടിക്കോണമെന്നില്ല. കാരണം ഞങ്ങൾ രക്തത്തെ കുറിച്ച് നിൽക്കുക, പൾസ് നോക്കണം. അപ്പൊ ട്രെയിനിങ് കിട്ടിയാലേ ഇതൊന്ന് പോയി നോക്കുകയാണ്. നമ്മൾ കൈകാലം വച്ചിട്ടാ പോകുക അല്ലെ. നമുക്ക് നേരത്തെ എന്താ പറയാ, പൾസ് ഇല്ലാത്ത അവസ്ഥയിൽ വരും. അപ്പൊ ശ്വാസം എന്താ നോക്കാം. ശ്വാസം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അയാളെ ഹൃദയം നിൽക്കും അല്ലെ. ഓക്സിജൻ ഇല്ലെങ്കിൽ പിന്നെ ഹൃദയം പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ശ്വാസം ഇല്ലെങ്കിൽ എന്ത് നിൽക്കും? ഹൃദയം നിൽക്കും. ഹൃദയം നിന്നാലോ പിന്നെ ആർക്കും തലച്ചോറ് രക്തം വരും. തലച്ചോറ് രക്തം അങ്ങനെയാണ് ഒരാൾ മരണത്തിലേക്ക് പോകുന്നത്. തലച്ചോറ് പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ ആള് ഡെത്താവും. പക്ഷെ നമ്മൾ ഒരാൾ മുന്നിൽ വീണ് അയാളെ വിളിച്ചു നോക്കി, അയാൾ വീണ്ടുന്നില്ല, ആംബുലൻസ് വിളിക്കാനൊക്കെ ഏൽപ്പിച്ചു. പൾസ് ഉണ്ടോ നമുക്ക് ബ്രീത്ത്, നോ പൾസ് നോ ബ്രീത്ത്. അയാൾക്ക് പൾസ് ബ്രീത്തും ഇല്ലെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം? അയാൾക്ക് CPR ചെയ്യും. എന്താണ് CPR? നിലച്ചുപോയ ഹൃദയത്തെയും ശ്വസനത്തെയും പുനർജീവിപ്പിക്കാം. അതായത് ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹം പറയാം. നമ്മുടെ ഹൃദയത്തെ സ്വന്തമായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ല, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. എപ്പോ മുതല്? നമ്മുടെ ഗർഭാവസ്ഥ മുതൽ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. നമ്മളാരും ചാർജ് ചെയ്യുന്നോ? ഇല്ല, അതിങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കുന്നത്. പക്ഷെ എന്തോ ഒന്ന് സംഭവിച്ചു, അതങ്ങനെ നിന്നു അല്ലെ. ആ സമയത്ത് ആർക്കും ഒരാൾ ഹൃദയത്തിന് മുകളിൽ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹൃദയം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വർക്ക് ചെയ്യും അല്ലെ. എന്ത് ചെയ്യും? ആ കൺട്രാക്ഷൻ ഉടനെ തന്നെ അവിടെ സംഭവിക്കും. ചെയ്യുന്ന പണി നമ്മൾ അമർത്തുന്ന സമയത്ത്, പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ അകത്തുള്ള ബ്ലഡ് എങ്ങോട്ട് പോകും? തലച്ചോറ് വരും. അപ്പൊ തലച്ചോറിന് പുതിയൊരു ബ്ലഡ് കിട്ടി, ഫ്രഷ് ബ്ലഡ് കിട്ടി. തലച്ചോറ് ലൈവായി. വീണ്ടും അമർത്തുന്നു, വീണ്ടും ബ്ലഡ് വരുന്നു, വീണ്ടും അമർത്തുന്നു, വീണ്ടും ബ്ലഡ് വരുന്നു. ഇങ്ങനെ അമർത്തി കൊണ്ടുപോയാൽ അയാൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോയി വരാം. നമ്മൾ അമർത്താതെ കൊണ്ടുപോയെങ്കിലും അയാൾ ബ്രെയിൻ ഡെഡ് ആവും. ഈ ഡെഡായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഡോക്ടറിനോട് പറയും, സോറി കേട്ടോ, ഒരു 5 മിനിറ്റ് നേരിട്ട്. 5 മിനിറ്റ് എന്താ മനസ്സിലായത്? അതായത് ഇയാളെ തലച്ചോറിലേക്ക് രക്തം എത്തിച്ചിട്ട് വേണം അവിടെ കൊണ്ടുപോകാൻ. ആ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡാണ് CPR എന്ന് പറയുന്നത്. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. നിലച്ചു പോയ ഹൃദയത്തിന്റെ പുനർജീവിക്കാം. അത് നിന്നുപോയി, ഒന്ന് അമർത്തി കൊടുക്കാം. ആദ്യം ഓടി വരുന്ന ആൾക്കാർ അയാളെ ഹൃദയത്തിന് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ അമർത്തി കൊടുക്കണമെങ്കിൽ ഹൃദയം എവിടെ അറിയണ്ടേ അല്ലെ? നിങ്ങൾ എവിടെ അമർത്തി കൊടുക്കാം? സത്യം പറഞ്ഞോളൂ. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്ററിലാണ്, അതുകൊണ്ട് സെന്റർ അമർത്തി. ഇല്ലെങ്കിൽ എവിടെയായിരുന്നു അമർത്താം? ഹൃദയത്തിന് മോൾ അമർത്തി, ഹൃദയത്തിന് മോൾ അമർത്താൻ നിങ്ങൾ എവിടെ അമർത്താം? ആ പോക്കറ്റിന് മോൾ അമർത്തിട്ട് 12 പൊട്ടിയേക്കാം. അപ്പൊ വായിലൊക്കെ പൊട്ടു അല്ലെ. എന്നിട്ട് കാറ്റ് പോകും. അത് ലൈസിലേക്ക് വായിൽ കാറ്റ് പോകും. ഇതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പൊ ഹൃദയം എവിടെയെന്ന് അറിയണം. നമ്മളൊക്കെ ഹൃദയം ഉള്ളത് ഇതാ മൂക്കുന്ന പൊക്കിലേക്ക് ലൈനും നിപ്പിൾ ടു നിപ്പിൾ പ്ലസ് പോയിന്റ്. ഇവിടെയാണ് നമ്മൾ കൈ വെക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റേർണം പോയിന്റ്. അവിടെയാണ് നമ്മൾ കൈ വെക്കേണ്ടത്. അപ്പൊ കൈ വെക്കേണ്ടത് എങ്ങനെയാണ്? കൈ ഉയർത്താം. നമ്മൾ കഴിയുമ്പോഴുള്ള കൈ ഉയർത്താം. ഈ കൈ കൊണ്ട് ലോക്ക് ചെയ്യും. കഴിയുമ്പോഴുള്ള കൈ ഉയർത്താം. ഓക്കെ, കൈയുടെ ഈ ഭാഗം, ഈ ഭാഗമാണ് ഇവിടെ ബോഡിയിൽ ടച്ച് ചെയ്യേണ്ടത്. അതൊക്കെ ടച്ച് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം ടച്ച് ചെയ്യും. നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യാം? മുട്ട് കുത്തിയിട്ടിരിക്കുക. കാരണം മുട്ട് കുത്തിയിട്ടിരിക്കുക. നമ്മൾ ബോഡി വെയിറ്റ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാം? എയർത്തി കംപ്രഷൻ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ കൈ സ്ട്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഈ കൈ എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ആയിരിക്കണം. നമ്മളെ നോട്ടം എപ്പോഴും ഇയാൾ മുഖത്തോട്ടായിരിക്കണം. കാരണം എന്താ? നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ കണ്ണ് തുറന്നാൽ പിന്നെ നിർത്തണ്ടേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇയാളുടെ ഹൃദയത്തിന്റെ മുകളിൽ കൈ വെച്ചിട്ട് ഇയാളെ മുഖത്തോട്ട് നോക്കി 30 പ്രാവശ്യം ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. എത്ര പ്രാവശ്യം? 30 പ്രാവശ്യം അല്ലേ? നിങ്ങളെ കാലിന്റെ ഇപ്പം കൈ വെച്ചില്ലേ? വെറുതെ 30 പ്രാവശ്യം എണ്ണി നോക്കല്ലേ? റെഡി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16
പണിയെ നമ്മൾ ചെയ്യാനുള്ളൂ. ഇങ്ങനെ നമുക്ക് ചെയ്തൂടെ? ഇങ്ങനെ 30 പ്രാവശ്യം കംപ്രസ് ചെയ്യാം. ഇത് ചെയ്യാൻ 1 സെക്കൻഡ് 2 സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ വന്നിട്ട് വേഗം പോയിക്കോട്ടെ 1 2 3 4 5 6 കാര്യമുണ്ടോ? കാരണം എന്താ? ഹൃദയം അമരും വേണം, തിരിച്ച് പൂർണ്ണസ്ഥിതിയിലേക്ക് വരും വേണ്ടേ? കൺട്രാക്ട് ചെയ്യാൻ വേണം, ചെയ്യാം, പൂർണ്ണ വികസിക്കും വേണം. എന്നാൽ അകത്തോട്ട് ബ്ലഡ് കയറുള്ളൂ. അപ്പൊ 2 സെക്കൻഡിൽ 2 കംപ്രഷൻ ചെയ്യാം, സെക്കൻഡ് നല്ല രീതിയിൽ ചെയ്യാം. അതേപോലെ ഒരു 5 സെന്റിമീറ്ററിൽ അദ്ദേഹം താഴണം. ഈ അമർത്ത് 5 സെന്റിമീറ്റർ താഴണം. താവോ? അമരോ? അത് ആരാണ് നമുക്ക് 5 സെന്റിമീറ്റർ താവുന്നത്.